أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد العاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് അള്ളാഹു റാഹത്ത് നൽകുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ അള്ളാഹു വീട്ടി റാഹത്ത് നൽകുമാറാവട്ടെ. കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പലരും രോഗികളാണ്. അവിടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവിടെ രോഗങ്ങൾക്കൊക്കെ അവിടെ കച്ചവടത്തിലും അവിടെ ജോലിയിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീടും പറമ്പും വിൽപ്പന ചെയ്തുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രോഗവും അള്ളാഹു നമുക്കാർക്കും നൽകാതിരിക്കട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മളുടെ ഹാജത്തുകൾ നിറവേറുവാൻ വേണ്ടിയുള്ള കുറച്ച് അമലുകളാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരുപാട് കാര്യങ്ങൾ അതിൽ കൂട്ടിക്കൊണ്ട് ഞാൻ വേറൊരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഹാജത്തുകൾ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടിയുള്ള അമൽ, എങ്ങനെയാണ് ഈ അമൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു അറിവാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൻ്റെ മുകളിലായി വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ ഒഴിവ് കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും നിറവേറാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുണ്ടെങ്കിൽ, മാസത്തിൻ്റെ ആദ്യത്തെ ജുമാ ദിവസം നോമ്പനുഷ്ഠിക്കുകയും മഗ്‌രിബ് സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ഓതിയതിന് ശേഷം ഇശാക്ക് ഇന്ന് സുബഹി നിസ്കാരം 86 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ഓതുക. മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പനുഷ്ഠിച്ച്
786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് ഓതുക. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി പിന്നെ സുബഹിക്ക് എണീറ്റുകൊണ്ട് വീണ്ടും 786 പ്രാവശ്യം ബിസ്മി ഓതുക. പിന്നീട് ഹാജത്തിനെ ചോദിക്കുക. അവൻ്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതുമല്ല, യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഇസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മുകൾ 100 പ്രാവശ്യം വീതം ഓതുകയും ചൊല്ലുകയും എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ഹാജത്തിനെ ചോദിച്ചാൽ അള്ളാഹു അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഹാജത്തിന് വേണ്ടി വളരെ വിശേഷപ്പെട്ട മറ്റൊന്ന്, അസർ നിസ്കാരത്തിന് ശേഷം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ 300 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 പ്രാവശ്യവും, അതുപോലെ ഇശാ കഴിഞ്ഞ് സുബഹിക്ക് എണീറ്റുകൊണ്ട് 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയും പിന്നീട് യാ വഹാബ്, യാ റസാഖ്, യാ മുഇസ്, യാ സലാം എന്ന് 100 പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് ഹാജത്തിനെ ചോദിക്കുക. അത് കഴിഞ്ഞ് മറ്റൊന്ന്, ഹാജത്തിന് വേണ്ടി അസർ നിസ്കാരത്തിന് ശേഷം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് 300 പ്രാവശ്യം ഓതുകയും എന്നിട്ട് ഹാജത്തിനെ ചോദിച്ചാൽ അവൻ വീട്ടിൽ കൊടുക്കുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ഇശാ നിസ്കാരത്തിന് ശേഷം ആരോടും മിണ്ടാതെ യാ അവ്വലു യാ ആഖിറു എന്ന് 1000 പ്രാവശ്യവും ഓതുക. പിന്നീട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ ജൂദി വൽ കറമി വഅലാ ആലിഹി വസല്ലിം എന്ന ഈ സ്വലാത്ത് 111 പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ഹാജത്തിനെ ചോദിച്ചാൽ, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ അത് സ്വീകരിക്കുമെന്നും അത് വീട്ടിൽ തരുമെന്നും മഹാന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വീട്ടപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇൻഷാ അള്ളാഹ് നമ്മളുടെ ഉദ്ദേശങ്ങളും മുറാദുകളും പൂർത്തിയാവാൻ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അറബി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പ് അനുഷ്ഠിക്കുകയും മഗ്‌രിബിന് നോമ്പ് തുറന്നതിന് ശേഷം 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയും പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി സുബഹിക്ക് എണീറ്റുകൊണ്ട് 786 പ്രാവശ്യം ബിസ്മിയും ചൊല്ലി യാ വഹാബ്, യാ റസാഖ്, യാ മുഇസ്, യാ സലാം എന്ന ഇസ്മുകൾ 100 പ്രാവശ്യവും ചൊല്ലി ഹാജത്തിനെ തേടിയാൽ ആ ഹാജത്ത് അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ അസർ നിസ്കാരത്തിന് ശേഷം 300 പ്രാവശ്യം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ആ ഇസ്മ ചൊല്ലിയാൽ അവൻ്റെ ഹാജത്തിനെ ചോദിച്ചാൽ ഹാജത്ത് അവൻ വീട്ടിൽ കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ഇശാ നിസ്കാരത്തിന് ശേഷം ആരോടും മിണ്ടാതെ യാ അവ്വലു യാ ആഖിറു എന്ന് 1000 പ്രാവശ്യം ഓതുകയും പിന്നീട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ ജൂദി വൽ കറം വഅലാ ആലിഹി വസല്ലിം എന്ന് 111 പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ഹാജത്തിനെ തേടിയാൽ അവൻ്റെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. എല്ലാവിധ മുറാദുകളും ഉദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുമെന്ന വസിയത്തോടെ
ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി പലരും വിളിച്ചുകൊണ്ട് എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇവിടെ വരുന്നവർക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരും. നല്ല ഇഖ്ലാസോട് കൂടി ചൊല്ലണം. ഇത് അല്ലാഹുവിൻ്റെ ഇസ്മുകളാണ്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാണ് എന്നുള്ളൊക്കെ വിശ്വാസത്തോടു കൂടി ഹബീബിൻ്റെ മേലെ ചൊല്ലുന്ന സ്വലാത്താണെന്ന വിശ്വാസത്തോടു കൂടിയൊക്കെ നമ്മൾ ഇഖ്ലാസോട് കൂടി നമ്മളിത് ചൊല്ലുകയാണെങ്കിൽ നമുക്കിതിന് പ്രതിഫലം കിട്ടും. നമ്മൾ ഉദ്ദേശങ്ങൾ നല്ല നീയത്തോടു കൂടി ഇരുന്നോട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.